പ്രിയപ്പെട്ടവരെ, ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ 1-ാം വാർഡിൽ മത്സരിക്കുന്നത് ഫാത്തിമത്ത് ഫർസാന എന്ന് പറയുന്ന എൻ്റെ പ്രിയ സുഹൃത്താണ്. എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള മനാഫ് പ്ലസ് ടു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ വൈഫ് കൂടിയാണ്. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല മികച്ച രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, വിദ്യാർത്ഥികൾ, യുവാക്കൾ, അതുപോലെ തന്നെ അനുഭവ പരിചയമുള്ള മുതിർന്ന ആളുകൾ, അങ്ങനെ വളരെയേറെ ഏറ്റവും നന്നായി ജനപ്രതിനിധികളായി തിളങ്ങാൻ പറ്റുന്ന ആളുകളെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായി 1-ാം വാർഡിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ഫാത്തിമത്ത് ഫർസാനയാണ്. സേവന മേഖലയിലൊക്കെ തന്നെ നല്ല പരിചയമുള്ള, അതോടൊപ്പം തന്നെ കുരുക്കല്ലൂർ പഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റിയിലൊക്കെ തന്നെ വർക്കും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അതോടൊപ്പം നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള ജനസേവന കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെടാൻ, അതായത് പഞ്ചായത്തിലും വാട്ടർ അതോറിറ്റിയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ അങ്ങനെ ഇടപെട്ടിട്ടുള്ള ഒരു കുട്ടി കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ മികച്ച ഒരു പാനലാണ് ഇപ്രാവശ്യം അവതരിപ്പിക്കുന്നത് ഇടതുപക്ഷം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എന്നുള്ളത് കൊണ്ട് നല്ല ഭരണം ഇവർക്ക് കാഴ്ചവെക്കാൻ കഴിയും എന്നതിൽ സംശയമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഫാത്തിമത്ത് ഫർസാനയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള, എഞ്ചിനീയറിംഗ് മേഖലയിൽ അനുഭവ പരിചയമുള്ള, സേവന മേഖലയിൽ അനുഭവ പരിചയമുള്ള ഫാത്തിമത്ത് ഫർസാനയെ ഞാൻ വിളിക്കുകയാണ്. 2 വാക്ക് എന്താണ്, എങ്ങനെയാണ് ഈ ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വേണമെന്നല്ല രേഖപ്പെടുത്താം. കഴിഞ്ഞ 10 വർഷമായി ഈ വാർഡിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മാറ്റം ഈ വാർഡിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റത്തിന്റെ തുടർച്ച പിന്തുടർന്ന് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിനും വലിയ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ വാർഡിൽ കൊണ്ടുവരാൻ നിങ്ങൾ എല്ലാവരും എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. താങ്ക് യു. അതോടൊപ്പം തന്നെ മുൻ ജനപ്രതിനിധി ഇവിടെ ഉണ്ട്. ഒരുപാട് നല്ല വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള അദ്ദേഹം എൻ്റെ വാർത്തയിൽ പറയും. ആദ്യമായിട്ട് നമ്മുടെ പട്ടാമ്പി MLA മോസിനെ ഈ വാർഡിലേക്ക് ആദ്യമായിട്ട് CPM വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം അനുബന്ധിച്ച് തന്നെ 10 കൊല്ലമായി ഇടതടവില്ലാത്ത വികസന പ്രവർത്തനം 1 കോടി രൂപയിലധികം ഫണ്ട് ഉപയോഗിച്ച് ഒരു പാലം പണിയുകയും ബഹുമാനപ്പെട്ട MLA സ്ഥിരീകാര ഫണ്ടിൽ നിന്നും 45 ലക്ഷം രൂപ തരികയും ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട MLA PK ശശിയുടെ ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചു തരികയും പിന്നെ 50ന്റെ മേലെ വീടുകൾ ഈ വാർഡിൽ പണി പൂർത്തീകരിക്കുകയും കുറച്ച് വീടുകൾക്ക് അപേക്ഷ പോലും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേന് കോവിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ വാർഡിൽ വരികയും അത് ഉടൻ തന്നെ നമ്മുടെ ഫാത്തിമത്ത് ഫർസാന വിജയിപ്പിച്ചുങ്ങൾ തന്നാൽ വിജയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. ഉടനെ തന്നെ അതിന് പരിഹാരം കാണുകയും 2 റോഡുകൾക്ക് ഫണ്ട് ഏകദേശം 35 ലക്ഷം രൂപയോളം മാറ്റിവെക്കുകയും 14 റോഡുകൾ ഈ വാർഡിൽ പണിയുകയും ഒട്ടനവധി ക്ഷേമ പെൻഷനുകൾ, ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ, ഒട്ടനവധി വീട് റിപ്പയറുകൾ, ഒട്ടനവധി തൊഴിലില്ലാത്ത പിന്നെ തൊഴിലുറപ്പ് പദ്ധതി 70 ലക്ഷം രൂപ ഈ വാർഡിൽ കൊണ്ടുവരികയും അതിൻ്റെ തുടർ പണി ഈ വാർഡിൽ ഇടതടവില്ലാണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയായ ബാക്കി എല്ലാം ശരിയായി അവകാശപ്പെടുന്നില്ല, കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അതിൻ്റെ കാരണം 30 കൊല്ലക്കാലമായി ഈ വാർഡിൽ 35 കൊല്ലക്കാലമായി UDFൻ്റെ കയ്യിലായിരുന്നു ഈ വാർഡ്. അവരുടെ പരാജയത്തിൻ്റെ വികസനം കൊണ്ടില്ലാത്ത ഒരു ബുദ്ധിമുട്ട് ഈ വാർഡിൽ വല്ലാതെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് എത്ര തന്നാലും മതി വരാത്തൊരു വാർഡായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതാ നിങ്ങൾക്ക് വാക്ക് തരുന്നു ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഈ കൗൺസിൽ വരാൻ പോകുന്ന നമ്മുടെ ഫാത്തിമത്ത് ഫർസാനയോടൊപ്പം നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മരണം വരെ പോരാടും ഈ വാർഡിന് വേണ്ടിയിട്ട് എന്ന ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് ജനങ്ങൾക്ക് തരുന്നു. എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മുടെ ഫാത്തിമത്ത് ഫർസാനയ്ക്ക്
എല്ലാവരുടെയും പിന്തുണ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യമില്ലാണ്ട് ഞങ്ങൾ ഈ രാഷ്ട്രീയത്തിന് ഇറങ്ങുമ്പോൾ ജാതിമതം പറഞ്ഞിട്ടല്ല വോട്ട് മേടിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പിണറായി സർക്കാർ ചെയ്യുന്ന ഓരോ അനുഭവങ്ങളും ഈ നാട്ടിൽ 600 പെൻഷൻ 1400 ആക്കുകയും ഒട്ടനവധി കിറ്റുകൾ പട്ടിണി കിടക്കരുത് കോവിഡ് കാലത്ത് എന്ന് പറഞ്ഞിട്ട് മാസം തോറും കിറ്റുകൾ എത്തിക്കുന്നതും 600 രൂപ കുടിശ്ശികയുള്ള പെൻഷൻ 2 കൊല്ലക്കാലം പെൻഷൻ ഉള്ളത് 10, 30,000, 40,000 വീട്ടിലേക്ക് എത്തുകയും ഇപ്പോൾ തുടർച്ചയായി വീട്ടിലേക്ക് ഓരോ വീടിനും ഏകദേശം 300 ചില്ലറ പെൻഷൻ ഈ വാർഡിലുണ്ട്. ഞാൻ വരുമ്പോൾ അത് 100, 150 പെൻഷൻ ഉണ്ടായിരുന്നിടത്ത് 200 പെൻഷൻ ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയും തുടർന്ന് ഈ വാർഡിൽ ആ പെൻഷൻ അവരുടെ വീട്ടിൽ എത്തിക്കുകയും പട്ടിണി കടക്കരുത് എന്ന് പറഞ്ഞ ആദ്യ മുഖ്യമന്ത്രി കേരളത്തിലുണ്ടെങ്കിൽ പക്ഷി മൃഗാദികൾക്ക് പോലും പട്ടിണി കടക്കരുത് എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ. അതുപോലെ തന്നെ ഈ പൗരത്വ ബില്ല് വന്നപ്പോൾ ഒരാളും ഈ നാട്ടിൽ നിന്ന് പോകില്ല എന്ന് പറഞ്ഞ ആർജവത്തോട് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി, അതാണ് പിണറായി വിജയൻ. അതിന്റെ ഒപ്പം കൂടെ നിൽക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചിട്ട് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഇനി വിശദീകരിക്കുന്നില്ല. ഇവിടുത്തെ മുൻ മെമ്പർ വളരെ വിശദമായിട്ട് പറഞ്ഞു. 30 വർഷമായി UDFന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വാർഡാണ്. ആ വാർഡ് തിരിച്ചു പിടിച്ച് അല്ലെങ്കിൽ ആ വാർഡ് ഏറ്റെടുത്തതിന് ശേഷം LDFന്റെ നേതൃത്വത്തിൽ അദ്ദേഹം മെമ്പറായി വന്നതിന് ശേഷം നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു. LDF വന്നതിന്റെ മാറ്റം ഇവിടെ പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും കാണാൻ കഴിയും. തീർച്ചയായിട്ടും ഇനി ഫാത്തിമത്ത് ഫർസാന വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള മാറ്റമാണ് വരാനിരിക്കുന്ന സമയത്ത് വരാൻ പോകുന്നത് എന്ന് കൂടി അറിയിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ വാർഡിലുള്ള എല്ലാവരും, എല്ലാ നല്ലവരായ മനുഷ്യരും വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഫർസാനയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.